ഹലോ, ഞാൻ സുരേഷ് കെ എസ്. എൻ്റെ ഈസി കാർഡ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ഡീൽ ചെയ്യുന്നത് ഹാച്ച് കമാൻഡാണ്. ഹാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നാം ആദ്യം ഹാച്ച് ചെയ്യുന്നത് ഈ ഫ്രണ്ട് എലവേഷനാണ്. അപ്പം നമുക്ക് സൂം ചെയ്യാം. ഇസെറ്റ് എൻ്റർ. നമുക്കിനി സൂം ചെയ്യാം. ഇനി നമുക്ക് ലെയർ 4 ലെയർ ക്രിയേറ്റ് ചെയ്യണം. ലെയറിന്റെ ഷോർട്ട്കട്ട് LA ആണ്. LA എൻ്റർ. ഈ 4 ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെയറിന് EL എലവേഷൻ ആണ് EL ഉദ്ദേശിക്കുന്നത്. EL ബ്രൗൺ എന്ന് കൊടുക്കുക. അതിന് 42 ആണ്. 42 നമ്പർ 42 ആണ് കളർ. 42 എൻ്റർ. അടുത്ത ലെയർ EL ഗ്രേ എന്ന് കൊടുക്കുക. അതിന് നമ്പർ 8 കൊടുക്കാം കളർ. നെക്സ്റ്റ് ലെയർ അതിന് EL ബ്ലാക്ക് എന്ന് കൊടുക്കാം. അതിന് നമ്പർ 7 കളർ കൊടുക്കാം. 7 എൻ്റർ. ഇനി ഒരു ലെയർ നമ്മൾ ഫ്ലോർ പ്ലാനിന് വേണ്ടി വേണം. അപ്പോൾ ഒരു ലെയർ കൂടി ക്രിയേറ്റ് ചെയ്യുക. ഇതിന് ഫ്ലോർ ഹാച്ച് എന്ന് കൊടുക്കാം. ഫ്ലോർ ഹാച്ച് എന്ന് കൊടുക്കാം. അതിന് കളർ 142 കൊടുക്കുക. 152 കളർ കൊടുക്കുക. എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് ഈ ലെയർ പാനൽ ക്ലോസ് ചെയ്യാം. ശേഷം നമുക്ക് ആദ്യമായിട്ട് ലെയറിൽ നിന്ന് നമുക്ക് EL ഗ്രേ എടുക്കാം. നമ്മൾ റൂഫാണ് ആദ്യമായിട്ട് ഹാച്ച് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ EL ഗ്രേ എടുക്കുക. ശേഷം ഹാച്ച് കമാൻഡ് എടുക്കുക. H ആണ് ഷോർട്ട്കട്ട്, അല്ലെങ്കിൽ ഇതാണ് ഹാച്ച് കമാൻഡ്. ഇതെടുത്താലും മതിയാവും, അല്ലെങ്കിൽ H ഷോർട്ട്കട്ടാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് AR റൂഫ് എന്ന് പറയുന്ന ഇതാണ് ഈ പാറ്റേൺ ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, റൂഫിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യാം. ശേഷം അതിൻ്റെ സ്കെയിൽ നമ്മൾ മാറ്റണം. ഇപ്പോൾ 1 ഇഞ്ചാണ് കിടക്കുന്നത്. നമുക്ക് 0.25 മതിയാവും. 0.25 എൻ്റർ ചെയ്യുക. ശേഷം ഈ റൂഫിൻ്റെ മിഡ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളത് ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. റൂഫ് ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാച്ച് ചെയ്യേണ്ടത് ഫൗണ്ടേഷനാണ്. പക്ഷേ ഫൗണ്ടേഷന് നമ്മളിത് ഈ ലൈൻ ഇട്ടിട്ടില്ല. ശരിക്കും ഈ സ്റ്റെപ്സിൻ്റെ ഇവിടെ നിന്ന് 2 ലൈനുകൾ ഇങ്ങനെ ആരംഭിച്ചാൽ ഫൗണ്ടേഷൻ ശരിയാവുള്ളൂ. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കുക. ശേഷം ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരക്കാം. ബൗണ്ടറി വേണം, എന്നാലേ ഹാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബൗണ്ടറി തിരിക്കാം. ഇനിയും ലൈൻ കമാൻഡ് എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കാം. അപ്പോൾ ബൗണ്ടറി തിരിഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്ക് ഹാച്ച് ചെയ്യാം. ഇനി ഹാച്ച് കമാൻഡ് എടുക്കാം. H എൻ്റർ. ഇനി ഇതിന് നമ്മൾ ഹാച്ച് ചെയ്യുന്നത് AR കോൺക്രീറ്റ് എന്നുള്ള അർത്ഥത്തിൽ AR കോൺക്കാണ്. ഈ AR കോൺക് എന്ന് പറയുന്ന ഇതാണ് ഹാച്ച്. അത് ക്ലിക്ക് ചെയ്യാം. അതിന് നമ്മൾ 0.03 ആണ് നമ്മൾ ഈ ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്. 0.03 എൻ്റർ. ഇനി നമുക്ക് അതിൻ്റെ മിഡ് പോയിന്റ് സെലക്ട് ചെയ്താൽ മതിയോ, പോയിന്റുകൾ സെലക്ട് ചെയ്താൽ മതിയോ. ഇനി എൻ്റർ ചെയ്യാം. അപ്പോൾ അതും ഹാച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി നമുക്ക് ഹാച്ച് ചെയ്യാനുള്ളത് ഈ ഡോറും വാളുമാണ് ആദ്യം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ കറണ്ട് ലെയർ EL ബ്രൗൺ ആക്കുക. ഇനി ആദ്യം ഡോർ നമുക്ക് ഹാച്ച് ചെയ്യാം. അപ്പം ഹാച്ച് കമാൻഡ് എടുക്കുക. H എൻ്റർ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത്
ഡോറിന് നമ്മൾ ഫ്രണ്ട് ഡോറിന് വേണ്ടി നമ്മൾ ANSI 31 ആണ് ഉപയോഗിക്കുന്നത്. ANSI 31 ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്കെയിൽ നമ്മൾ 1 ആക്കി കൊടുക്കാം. 1 എന്ത്. ഇനി നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും, എൻ്റർ ചെയ്താൽ മതിയാവും. അപ്പം നമ്മളത് ഹാച്ച് ചെയ്ത് കഴിയും. ഇനി അടുത്തത് നമുക്ക് ഈ വോളാണ് ഹാച്ച് ചെയ്യുന്നത്. അതും ഈ യെല്ലോ ബ്രൗണിൽ മാത്രമേ ഹാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇനി ഹാച്ച് കമാൻഡ് എടുക്കാൻ എൻ്റർ. ഈ ഹാച്ച് നമുക്ക് RSHKE എന്ന് പറയുന്നത് RSHKE ആണ് ഉദ്ദേശിക്കുന്നത്. RSHKE എടുക്കാം. ഇതിൻ്റെ സ്കെയിൽ 0.04 ആണ്. 0.04 എൻ്റർ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അതും ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാച്ച് ചെയ്യേണ്ടത് ഈ വിൻഡോസ് ആണ്. അപ്പോൾ വിൻഡോസ് ഹാച്ച് ചെയ്യണം. നമ്മൾ വിൻഡോസിന് EL ബ്ലാക്ക് ആണ് കറണ്ട് ലെയർ ആക്കേണ്ടത്. EL ബ്ലാക്ക് സെലക്ട് ചെയ്യുക. ശേഷം ഹാച്ച് കമാൻഡ് എടുക്കുക, എൻ്റർ. ശേഷം നമുക്ക് സോളിഡ് എടുക്കുക. സോളിഡ് ആയിട്ട് എടുക്കുക, ക്ലിക്ക് ചെയ്യാം. സോളിഡിനുള്ള പ്രത്യേകത ഇതിന് ആംഗിൾ മാറ്റാൻ പറ്റും. കാരണം സോളിഡ് ആണ്, ആംഗിൾ മാറ്റാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കെയിലും മാറ്റാൻ പറ്റുന്നില്ല. നമുക്ക് സോളിഡ് അതിൻ്റെ ഇല്ല. അപ്പോൾ വെറുതെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. അകത്ത് മിഡ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, ഇതും ക്ലിക്ക് ചെയ്യുക, ഇതും ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പം നമ്മൾ ശരിക്കും എലവേഷൻ കൃത്യമായി ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലോർ പ്ലാൻ ഹാച്ച് ചെയ്യാം. അതിന് നമ്മൾ സൂം ചെയ്യാം. എൻ്റർ. നമുക്ക് വിൻഡോ സൂം ചെയ്യാം. ഫ്ലോർ പ്ലാനിൻ്റെ ശേഷം നമുക്ക് ഈ റൂഫിൻ്റെ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. റൂഫ് ഓഫ് ചെയ്യാം. റൂഫിൻ്റെ ലെയർ ഓഫ് ചെയ്യാം. ഇനി ഫ്ലോർ പ്ലാനിൻ്റെ ഫ്ലോർ ഹാച്ച് നമുക്ക് കറണ്ട് ലെയർ ആക്കാം. ഫ്ലോർ ഹാച്ച് അത് കറണ്ട് ലെയർ ആക്കാം. ശേഷം നമുക്ക് ഫ്ലോർ പ്ലാനിൻ്റെ ഇത് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലോർ പ്ലാൻ ചെയ്യുമ്പോൾ ഇതിന് ഹെഡറുകൾ രൂപീകരിക്കണം. ഇവിടെ ശരിക്കും ബൗണ്ടറി തിരിഞ്ഞാൽ മാത്രമേ ഹാച്ചിങ് പറ്റുള്ളൂ. അപ്പോൾ ഈ ഹെഡേഴ്സ് എടുക്കുക. ഈ ഡോറിൻ്റെ അടുത്ത് ഹെഡേഴ്സ് എടുക്കുക. അപ്പോൾ ലൈൻ കമാൻഡ് എടുത്തു കഴിഞ്ഞിട്ട് ഈ ലൈനിന് ഇങ്ങനെ ഹെഡർ വരക്കുക, എൻ്റർ ചെയ്യുക. ഇവിടെയും ഒരു ഹെഡർ വരക്കുക, എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് ഹാച്ച് ചെയ്യാൻ ആരംഭിക്കാം. ഇനി ഫ്ലോർ പ്ലാനിൻ്റെ ഹെഡർ ഹാച്ചിങ്. ഈ ബാത്റൂമിന് നമ്മൾ ശരിക്കും യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ളത് ഹാച്ചിങ് ആണ് നമ്മൾ എടുക്കുന്നത്. യൂസർ ഡിഫൈൻഡ് അത് നമ്മൾ ഹാച്ച് കമാൻഡ് എടുക്കുക, എൻ്റർ. ഇതിൽ നമ്മൾ യൂസർ ഡിഫൈൻഡ് സോളിഡിൽ നിന്ന് യൂസർ ഡിഫൈൻഡ് സെലക്ട് ചെയ്യുക. ശേഷം യൂസർ ഡിഫൈൻഡിൽ നെറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഈ പാറ്റേണിൻ്റെ സ്കെയില് 6 ആക്കുക. 6 എൻ്റർ. ഇനി നമുക്ക് ഇവിടെ ഈ ബാത്റൂമും ബെഡ്റൂമും ഇതുകൊണ്ട് ഹാച്ച് ചെയ്യാം.
എൻ്റർ ചെയ്യുക. അപ്പോൾ ബാത്റൂം ബെഡ്റൂം ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഹാച്ച് എടുക്കുക, എച്ച് എൻ്റർ. ഇനി അടുത്തത് നമ്മൾ ARPARQ1 പാർട്ട് എന്ന് പറയുന്ന ഹാച്ചാണ് നമ്മൾ ഈ ലിവിംഗ് റൂമിന് കൊടുക്കാൻ പോണത്. അത് നമുക്ക് എടുക്കാം. ഇതാണ് ARPARQ1. ഇത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇതിൻ്റെ സ്കെയില് 0.07 ആക്കുക. 0.07 എൻ്റർ ചെയ്യുക. ശേഷം ഇതിൻ്റെ മിഡ് പോയിന്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെയും ഈ ഡോറിൻ്റെ ഇവിടെ രണ്ടിടത്തും ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പം നമ്മൾ അതും ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സിറ്റ് ഔട്ടാണ് ഹാച്ച് ചെയ്യേണ്ടത്. ഇത് നമ്മൾ നേരത്തെ ANSI 131 തന്നെ നമുക്ക് ഹാച്ച് ചെയ്യാം. അപ്പോൾ ഹാച്ച് കമാൻഡ് എടുക്കുക, H എൻ്റർ. ഇനി ANSI 31 ആദ്യം നമ്മൾ അതിന് വേണ്ടി ഡോറിന് വേണ്ടി എടുത്തത് നേരത്തെ, അതാണ് ANSI 31, അത് തന്നെ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഇതിന് നമ്മൾ ആംഗിൾ 135 ആക്കും, അല്ലെങ്കിൽ 45 ഡിഗ്രിയിൽ വരും. അപ്പോൾ 135 ആംഗിളിലാക്കാം. 135 എൻ്റർ അടിക്കുക. ശേഷം ഇതിൻ്റെ സ്കെയിൽ നമുക്ക് 2 ആക്കാം. 2 എൻ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റിൽ മിഡിൽ ഹാച്ച് ചെയ്യാം. ഇവിടെയും ഹാച്ച് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ എല്ലാ ഹാച്ചിങ് പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് എലിവേഷൻ ഹാച്ച് ചെയ്തു, ഒപ്പം ഫ്ലോർ പ്ലാനും ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സൂം ചെയ്യാം. നമുക്ക് Z എൻ്റർ, എക്സ്റ്റെൻഡ്, E എൻ്റർ, എക്സ്റ്റെൻഡ്, സൂം എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ സൂം എൻ്റർ 0.9x 90% വേണമെങ്കിൽ സൂം ചെയ്യാം. Z എൻ്റർ 0.9x എൻ്റർ. ഇനി ഇങ്ങനെ സൂം ചെയ്യും. ഇപ്പം നമ്മളെല്ലാം കൃത്യമായി കഴിഞ്ഞിട്ട് രണ്ടും ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. അതായത് ഫ്രണ്ട് എലിവേഷനും ഫ്ലോർ പ്ലാനും ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.